നമസ്കാരം. റീഡിംഗ് തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ബാധകമാവണം എന്നില്ല. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പോസിറ്റീവായി എടുക്കുക, ബാക്കിയുള്ളവ വിട്ടുകളയുക. ഇവിടെ 8 കാർഡിൻ്റെ ഒരു സ്പ്രെഡാണ് എടുക്കുന്നത്. നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തിയെ മനസ്സിലോർക്കുക. അവരുടെ പേര് 3 പ്രാവശ്യം മനസ്സിൽ പറയുക. ബോട്ടം വന്നിരിക്കുന്നത് ദ ഹെർമിറ്റ്. നയൻ ഓഫ് കപ്സ്, നയൻ ഓഫ് പെൻറ്റക്കിൾസ്, Three of Cups, the Magician, the Hierophant, Eight of Swords, Two of Swords, Four of Wands. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇനി വിശദമായ റീഡിങ്ങിലോട്ട് പോകാം. 9 ഓഫ് കപ്സ് ആൻഡ് 9 ഓഫ് പെൻറ്റക്കിൾസ് ഈ റീഡിങ്ങിൻ്റെ തുടക്കത്തിൽ തന്നെ വന്നിട്ടുണ്ട്. വളരെ പോസിറ്റീവായ കാർഡുകളാണിത്. ഈ കാർഡുകൾ വ്യക്തമാക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകളും സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നാണ്. 3 ഓഫ് കപ്സ് കാർഡ് ഒരു വലിയ ആഘോഷത്തിൻ്റെ കാർഡാണ്. സുഹൃത്തുക്കളുടെയോ കുടുംബത്തിൻ്റെയോ സാന്നിധ്യത്തിൽ നടക്കുന്ന ഒരു ഒത്തുചേരൽ അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ വിജയകരമായ ഒരു മുഹൂർത്തം ഈ കാർഡ് സൂചിപ്പിക്കുന്നു. ദ മജീഷ്യൻ കാർഡ് പ്രപഞ്ചം നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇപ്പോൾ ഒരുങ്ങുന്നു എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. 4 ഓഫ് വാൺസ് കാർഡ് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നത് പോലെയുള്ള ഒരു വികാരമാണിത്. ദീർഘനാളത്തെ കാത്തിരിപ്പിനോ വേർപിരിയലിനോ ശേഷം പ്രിയപ്പെട്ടവർ തമ്മിൽ ഒന്നിക്കുന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു. പ്രണയ കൂടിച്ചേരൽ അടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് ഈ കാർഡാണ് ഏറ്റവും ശക്തമായി അടിവരയിട്ട് ഉറപ്പിക്കുന്നത്. പ്രണയബന്ധങ്ങളിൽ ഇതൊരു താൽക്കാലിക ആവേശമല്ല, മറിച്ച് ദീർഘകാലം നിലനിൽക്കുന്ന പരസ്പര വിശ്വാസമുള്ള ഒരു ശക്തമായ അടിത്തറ ഈ ബന്ധത്തിന് കൈവരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ 4 ഓഫ് വാൺസ് കാർഡ് നൽകുന്നത്. മുൻപുണ്ടായിരുന്ന ആശയക്കുഴപ്പങ്ങളും കാത്തിരിപ്പിൻ്റെ നാളുകളും അവസാനിച്ചു കഴിഞ്ഞു. ഇനി വരാൻ പോകുന്നത് സന്തോഷത്തിൻ്റെയും പരസ്പര ഒത്തുചേരലിൻ്റെയും സമാധാനപരമായ ഒരു പുതിയ തുടക്കത്തിൻ്റെയും കാലമാണെന്ന് 4 ഓഫ് വാൺസ് ഉറപ്പിച്ചു പറയുന്നു. 4 ഓഫ് കപ്സ് കാർഡ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും കേന്ദ്രം നിങ്ങളാണ് എന്ന് വ്യക്തമാക്കുന്നു. നിങ്ങളോടൊപ്പമുള്ള ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്കുള്ള തിരിച്ചുവരവ് അവർ അവരുടെ ഏറ്റവും വലിയ സ്വപ്നമായിട്ടാണ് കാണുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള മനോഹരമായ സ്വപ്നങ്ങൾ അവർ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. 9 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 4 ഓഫ് വാൺസ് കാർഡുകൾ സൂചിപ്പിക്കുന്നത് ഇത് വെറുമൊരു താൽക്കാലിക പ്രണയമല്ല, അവരുടെ സ്വപ്നത്തിലുള്ളത് നിങ്ങളോടൊപ്പം സമാധാനവും സുരക്ഷിതത്വവുമുള്ള പരസ്പര ബഹുമാനമുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കലാണ് അവർ ആഗ്രഹിക്കുന്നത്. ദ ഹെയറോഫൻ്റ് ഈ ബന്ധത്തിന് പരമ്പരാഗതമായ അല്ലെങ്കിൽ ആത്മീയമായ ഒരു അംഗീകാരം ലഭിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. ഇതൊരു വെറും താൽക്കാലിക പ്രണയമല്ല, മറിച്ച് ആഴത്തിലുള്ള ഒന്നാണെന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു. പ്രണയത്തിൻ്റെ ഒരു മനോഹരമായ കൂടിച്ചേരൽ വളരെ അടുത്താണ്. മുൻകാലങ്ങളിലെ ആശയക്കുഴപ്പങ്ങളും കാത്തിരിപ്പുകളും അവസാനിക്കുകയാണ് എന്ന് ഈ കാർഡുകൾ സൂചിപ്പിക്കുന്നു. നിങ്ങളെ വീണ്ടും ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കുക, ഒരുമിച്ചൊരു പുതിയ സന്തോഷകാലം പങ്കിടുക എന്നത് തന്നെയാണ് അവരുടെ മനസ്സിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സ്വപ്നം. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നു എന്നാണ് ഈ കാർഡുകൾ കാണിക്കുന്നത്. ഇതാണ് കാർഡുകൾ വഴി പ്രപഞ്ചം നൽകിയ ഗൈഡൻസ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പ്രപഞ്ചത്തിനും നിങ്ങൾക്കും നന്ദി. നമസ്കാരം.